നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മുത്തശ്ശിയെ കൊന്ന കേസിലാണ് ആദ്യ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഫാൻ ചികിത്സയിൽ കഴിയുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയാണ് പോലീസ് സംഘം അറസ്റ്റ് രേഖപ്പെടുത്തുക. അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതക കാരണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരൂ. ഡോക്ടർമാരുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പ്രതിയെ ഇന്ന് തന്നെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസ് പാങ്ങോട് സ്റ്റേഷൻ പരിധിയിലും ബാക്കി കേസുകൾ വെഞ്ഞാറമൂട് സ്റ്റേഷനിലുമാണ്. അഫാൻ തന്റെ കാമുകി ഫർസാനയുടെ മാല വാങ്ങി പണയം വെച്ചിരുന്ന വിവരവും പുറത്തുവന്നു. പകരം മുക്കുപണ്ടമാണ് തിരികെ നൽകിയത്. മാല എടുത്തു നൽകണമെന്ന് ഫർസാന അഫാനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതും ഈ അഫാനെ കൊല്ലാനുള്ള ഒരു കാരണമാണോ എന്നുള്ളതെല്ലാം തന്നെ പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ വ്യക്തത വരികയുള്ളൂ. കുടുംബത്തിന്റെ കടബാധ്യതയുടെ വ്യാപ്തി അറിയാനും പോലീസ് പരിശോധന ആരംഭിച്ചു. ഇവർക്ക് പണം കടം നൽകിയവരുടെ വിവരങ്ങൾ ശേഖരിച്ചു. കടബാധ്യത തന്നെയാണ് കൊലപാതകങ്ങൾക്ക് കാരണമെന്ന അഫാന്റെ മൊഴി വിശ്വാസത്തിലെടുക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അമ്മ ഷെമിയുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തും. അഫാന് നിലവിൽ മാനസിക പ്രശ്നങ്ങളില്ലെന്നാണ് ഇന്നലെ ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിന്റെ വിലയിരുത്തൽ. ഇതുവരെ നടത്തിയ രക്തപരിശോധനാ ഫലങ്ങളിലും പ്രശ്നങ്ങളില്ല. കരളിന്റെ പ്രവർത്തനവും സാധാരണ നിലയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളെ നിസ്സഹകരണം ഉപേക്ഷിച്ച് അഫാൻ ഇന്നലെ ചികിത്സയോട് സഹകരിച്ചു. കുഴപ്പങ്ങളില്ലാത്തതിനാൽ കാലിലെ കെട്ടഴിച്ചിട്ടുണ്ട്. ഇന്നലെ കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു. എലിവിഷം കഴിച്ച അഫാനെ 2ാം വാർഡിന് സമീപം കാർഡിയോളജി വിഭാഗത്തിനടുത്തുള്ള വാർഡിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. റൂം നമ്പർ 32-ൽ അടച്ചിട്ട മുറിയിൽ 2 പോലീസുകാർ 24 മണിക്കൂറും നിരീക്ഷണത്തിലുണ്ട്. ഒരു കൈ കട്ടിലിൽ വിലങ്ങുപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. പ്രാഥമിക ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഇത് അഴിച്ചുമാറ്റുന്നത്. റൂം 32-ൽ അതീവ സുരക്ഷയിലാണ് ഇയാളെ പാർപ്പിച്ചിരിക്കുന്നത്. റൂമിന്റെ ഗ്ലാസ് ഡോറുകൾ പേപ്പർ ഒട്ടിച്ച് മറച്ചിട്ടുണ്ട്. ഏതായാലും കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പ്രവർത്തികളിൽ ദുരൂഹതയുണ്ടെന്ന് പറയുകയാണ് ഇപ്പോൾ ഉമ്മ ഷെമിയുടെ കുടുംബവും. ഇത്ര അനായാസമായ അരുംകൊല ചെയ്യാൻ അഫാനെ എങ്ങനെ സാധിച്ചുവെന്നാണ് ബന്ധുക്കൾ ചോദിക്കുന്നത്. ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് അഫാന്റെ ദുരൂഹമായ പെരുമാറ്റം അടക്കം ചർച്ചയാകുന്നത്. നേരത്തെ സംശയവും ദുരൂഹതയും തോന്നിയിരുന്നുവെന്ന് ഉമ്മ ഷെമിയുടെ ബന്ധുക്കൾ പറയുന്നത്. കുടുംബത്തിൽ നടക്കുന്ന ചടങ്ങുകളിലൊന്നും അഫാൻ എത്താറില്ല. എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ മാത്രം വരും. ആരുമായി അധികം ഇടപെടുകാറില്ലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതക്കാരനായ അഫാന് സുഹൃത്തുക്കളും കുറവായിരുന്നു. ഈ സ്വഭാവത്തെ പലരും സംശയിക്കുന്നത്. പലപ്പോഴും രാത്രി സമയങ്ങളിൽ അഫാൻ വീട്ടിലുണ്ടാവാറില്ലെന്നും എങ്ങോട്ട് പോകും എന്നതിനെ കുറിച്ച് ആർക്കും അറിവൊന്നുമില്ലെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. ആരോടും വലിയ ബന്ധം സ്ഥാപിക്കാതെ സ്വന്തം കാര്യങ്ങളിൽ മുഴങ്ങുന്ന സ്വഭാവക്കാരനായിരുന്നു അഫാൻ. സംഭവ ദിവസം ഫർസാനയെ വീട്ടിലേക്ക് കയറ്റിയത് പിൻവാതിലൂടെയാണ്. അനുജന് വലിയ സ്നേഹമായിരുന്നു. സാമ്പത്തിക കാര്യങ്ങളിലും എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്നും ബന്ധുക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്.